ആലപ്പുഴ ജില്ലയിലെ 5 സീറ്റുകൾ +1 ഇതാണ് ഞങ്ങളുടെ കണക്ക്. 5 സീറ്റുകൾ ഉറപ്പാണ്. ഒന്നും കൂടെ അധികം കിട്ടാൻ സാധ്യതയുണ്ട്. 5 സീറ്റുകൾ ഏതൊക്കെയാണ് എന്ന് പറയാൻ പറ്റും? അരൂര്, അമ്പലപ്പുഴ, ആലപ്പുഴ, ഹരിപ്പാട്, കുട്ടനാട് പ്ലസ് കായംകുളം. ചേർത്തല നല്ല മത്സരമാണ്. അപ്പോൾ മാവേലിക്കരയും നല്ല മത്സരമാണ്. അപ്പോൾ ചെങ്ങന്നൂരിലും മത്സരമുണ്ട്. അത് പ്രവചിക്കാനാകുന്നില്ല. ഇതാണ് പ്രശ്നം. ഈ 5+1 എന്ന് പറയുന്നത് ഞങ്ങൾ ഉറപ്പായി ജയിക്കും എന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളാണ്. അതിൻ്റെ സൂചനകൾ നമുക്ക് തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് ദിവസം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. കൃത്യമായ സംഘടനാ പ്രവർത്തനം, അതിനൊപ്പമുള്ള ഒരു മുന്നൊരുക്കമുണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. അതിൻ്റെ എല്ലാ ഫലവും ഇത്തവണ കിട്ടും. പിന്നെ ജനങ്ങൾ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ കൃത്യമായ പ്രതികരണം ഉണ്ടാകാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ആരെന്തൊക്കെ പറഞ്ഞാലും ഭരണവിരുദ്ധ വികാരം വളരെ പോസിറ്റീവായിട്ട് വരുന്നു. അത് UDFന് മേൽക്കൈയാണ്. 90+ ഞങ്ങൾ സംസ്ഥാനത്തൊട്ടാകെ പ്രതീക്ഷിക്കുന്നത്. അത് ചിലപ്പോൾ ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിയാൽ 100-ന് മുകളിലേക്ക് പോകും. 90-ന് മുകളിൽ എന്തായി ഉണ്ടാവും, ഒരു സംശയം വേണ്ട. അമ്പലപ്പുഴയിൽ G. സുധാകരൻ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ അവിടെ CPM വോട്ടുകളിൽ, കേഡർ വോട്ടുകളിൽ ഉൾപ്പെടെ ഭിന്നിപ്പുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും വിലയിരുത്തൽ. തീർച്ചയായും ഒരു സംശയവും വേണ്ട. അമ്പലപ്പുഴയിൽ ഞാൻ എടുത്തു പറയാം, പഞ്ചായത്തുകളെ ഞാൻ പറയാം. പുന്നപ്ര പഞ്ചായത്ത്, നോർത്ത് പഞ്ചായത്ത് എപ്പോഴും വലിയ മുന്നേറ്റം CPMനുള്ളതാണ്. അവിടെ പോലും കൃത്യമായ മാറ്റം ഉണ്ടാകുകയാണ്. പുന്നപ്ര സൗത്ത് അത് ഞങ്ങൾക്ക് മുൻതൂക്കമുള്ള പഞ്ചായത്താണ്. അമ്പലപ്പുഴ നോർത്ത് അത് ബലാബലം മുന്നേറ്റം UDFനുണ്ടെങ്കിലും മറ്റ് ചില കക്ഷികളുടെ പ്രവർത്തനം പഞ്ചായത്തുകൾ അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ല. തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം അവിടെ സുധാകരനുണ്ടാവും. അത് CPMൻ്റെ വോട്ട് ലഭ്യമാവും, നിഷ്പക്ഷരുടെ വോട്ട് ലഭ്യമാവും. മുമ്പ് LDFന് വോട്ട് ചെയ്ത പലരുടെയും വോട്ട് കിട്ടും. പിന്നെ അമ്പലപ്പുഴ സൗത്ത് ഉറപ്പായി നല്ല ഭൂരിപക്ഷത്തിന് മുന്നിൽ വരും. പുറക്കാട് പഞ്ചായത്തും നല്ല ഭൂരിപക്ഷത്തിന് മുന്നിൽ വരും. എന്തായാലും സുധാകരൻ CPM വോട്ടുകൾ ഉൾപ്പെടെ പിടിച്ചുകൊണ്ട്, മറ്റ് നിഷ്പക്ഷ വോട്ടുകൾ പിടിച്ചുകൊണ്ട് വലിയ വിജയം ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയം.